ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ്. കുഞ്ഞിൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പം ഇന്ന് വൈകുന്നേരമൊക്കെ ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടേ. ഞാൻ പിന്നെ വീടെല്ലാം അലങ്കരിക്കണം, അതിനുള്ള പരിപാടിയിലാട്ടോ. ആദ്യം തന്നെ ബലൂൺ വീർപ്പിക്കലാണേ. നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ ബലൂൺ വീർപ്പിക്കുന്ന ഈ സംഭവം ഉണ്ടെങ്കിൽ പോലും അത് അടിച്ചടിച്ചടിച്ചടിച്ച് കൈയുടെ ഇടപാട് വരുന്നുണ്ടായിരുന്നേ. അത് ഒരു ഇന്ന ബലൂണും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബലൂണെല്ലാം വീർപ്പിച്ച് ഞാൻ മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. ബലൂണ് മീഷോയിൽ നിന്ന് ഇത് ഞാൻ ബുക്ക് ചെയ്ത് വരുത്തിയതാണ് കേട്ടോ, ഈ അലങ്കാര സെറ്റ്. പിന്നെ ബലൂണ് ഇതിങ്ങനെ ഈ സംഭവത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമാണ്. അതിൻ്റെ 2 ഹോളുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിനകത്ത് ഒരു ഹോള് 2 ബലൂൺ വെച്ച് അങ്ങനെ ആണ് ഇതിൻ്റെ അത് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ബലൂണെല്ലാം ആദ്യം വീർപ്പിച്ച് കുറച്ചെണ്ണം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാം വീർപ്പിച്ച് വെക്കുന്നുണ്ട്. കാരണം എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യലൊക്കെ ഒരുമിച്ച് നടക്കില്ലാത്തതുകൊണ്ട് പിന്നെ കുഞ്ഞും ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. എൻ്റെ പുറകേന്ന് മാറുകയില്ല, എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വഴക്കായിരുന്നു കേട്ടോ. നല്ല കഷ്ടപ്പാട് പെട്ടു. പിന്നെ ബലൂണിൻ്റെ അകത്ത് തന്നെ ഒരു 4 ബലൂൺ ഉണ്ടായിരുന്നു. ഇത് പൊട്ടിക്കുന്നതാണ്, അതിൻ്റെ അകത്ത് സീക്വൻസാണ്. നല്ല രസമാണെന്ന് വീർപ്പിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ അത് തന്നെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അത് പൊട്ടിക്കുന്നതെന്ന്. ചേട്ടായി വന്നപ്പോഴാണ് അത് പറഞ്ഞത്, അത് പൊട്ടിക്കുന്നതാണ്. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി കെട്ടിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. ഇത്ര തന്നെ പ്ലാസ്റ്റിക്കിൽ ആ സാധനത്തിൽ കോർത്ത് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബലൂൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അകത്തെ മുറിയിലോട്ട് മാറ്റി വെക്കുന്നുണ്ടല്ലേ. കുഞ്ഞൻ കണ്ട എല്ലാം ഞെക്കി പൊട്ടിക്കും. കുഞ്ഞിന് ഞാൻ ഒരെണ്ണം വീർപ്പിച്ച് കൊടുത്തായിരുന്നു. അതിരുന്നൊക്കെ മുട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷേ എടുക്കാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നേ. പിന്നെ ഞാൻ ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ലെറ്റേഴ്സ് ഞാൻ ഒരു വള്ളി പോലത്തെ ഒരു സംഭവം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നാണേ. അത് ഞാൻ ആ സംഭവത്തെ കെട്ടി അതും അകത്ത് കൊണ്ടുവച്ചേ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ മാഷാടൊക്കെ ഡോള് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതിങ്ങനെ ഏറ് നിറയ്ക്കുന്ന കേട്ടോ. മാഷാടെ ഒരു 2 ഡോളും പിന്നെ മാഷാടെ തന്നെ വേറൊരു പിങ്ക് നിറത്തിലുള്ളൊരു ഒരു ഡോളും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ 2 ലവ് ചിഹ്നം ഉണ്ടായിരുന്നു. പിന്നെ വണ്ണം എഴുതിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നു. നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ ഇത്രയും സാധനങ്ങൾക്ക് 200 രൂപ ആയതേ ഉള്ളൂ. പക്ഷേ ഒരു 100-500 ആയാലും നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാകും കേട്ടോ. അതുപോലെ നല്ല സംഭവങ്ങളായിരുന്നു. പിന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തൊന്നും വെച്ചിട്ടുണ്ട്. പിന്നെ അലങ്കാരത്തിനായിട്ട് ആ പച്ച സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അത് ഞാൻ പൊക്കി മാറ്റി വെച്ചു, കാരണം കുഞ്ഞിന് അടിയിലിരുന്ന് വലിയായിരുന്നേ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ചേട്ടായി വന്നപ്പോഴത്തേന് പിന്നെ പായസം വെക്കുന്നതായിരുന്നു അടുത്ത പരിപാടി. പായസക്കൂട്ടൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പാല് അപ്പോൾ തന്നെ മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ പാല് തിളയ്ക്കാറായി വന്നപ്പോഴത്തേന് പിന്നെ സേമിയാക്കൂട്ട്, മേളത്തിൻ്റെ സേമിയാക്കൂട്ടായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കുറുക്കിയെടുത്ത് കേട്ടോ. ഒത്തിരി വെള്ളം പറ്റിക്കുന്നില്ല, കാരണം തണുത്ത് കഴിയുമ്പോഴത്തേന് പിന്നെ അത് കട്ട പിടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പാലൊക്കെ ആയപ്പോഴത്തേന് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വിട്ടു. പിന്നെ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുമായിരുന്നു. ഞാൻ അല്ലെങ്കിലും ഒരു പായസക്കൊതിച്ച കേട്ടോ. പിന്നെ കേക്കും എനിക്കിഷ്ടമാണേ. കേക്കും പിന്നെ ചേട്ടായി വന്നപ്പോഴത്തേന് കേക്ക് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് പിന്നെ ഒരു 7 മണിക്ക് ആറായപ്പോഴത്തേന് പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങി. അപ്പോഴത്തേന് ചേട്ടായി തിരിയെല്ലാം സെറ്റ് ചെയ്യുമായിരുന്നേ. തിരി സെറ്റ് ചെയ്ത് പിന്നെ തിരിയെല്ലാം കത്തിക്കുന്നുണ്ട്. ചേട്ടായോട് കത്തിക്കാൻ മുറിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടായി വന്ന് മുറിക്കാൻ പറഞ്ഞു. ചേട്ടായി പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അതിന് ഞാനും കുഞ്ഞിനെ പിന്നെ കേക്കൊക്കെ മുറിച്ചു. അവനെ തന്നാന്ന് പോലും അറിയത്തില്ല കേട്ടോ. കൗതുകം പോലെ കേക്ക് വലിച്ചു പറിക്കാനോ എടുക്കാനൊക്കെ തുടങ്ങുമായിരുന്നു. പിന്നെ ഞാൻ ഒരു വിധത്തിൽ അവനെയും പിടിച്ചത് തിരിയെല്ലാം ഊതി കേക്ക് മുറിക്കാൻ പോകും കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ 1ാം പിറന്നാളാട്ടോ ഇന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹിച്ചിരുന്നൊരു സമയമായിരുന്നു ഇതേ. കുഞ്ഞിനാണെങ്കിൽ ഇറങ്ങി പോകാൻ തുടങ്ങുമോ എന്തൊക്കെ കാണിക്കുമായിരുന്നു കേട്ടോ. തൊപ്പിയൊക്കെ ഊരി പറിച്ച് എറിയാൻ തുടങ്ങുമായിരുന്നു. പിന്നെ ഞാൻ ഒരു വിധത്തിലാണ് തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ചേട്ടായി വന്നൊരു കഷ്ണം കേക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ നല്ലതായിട്ട് തിന്നുന്നുണ്ട്. കേക്ക് ഭയങ്കര ഇഷ്ടമല്ല, അല്ലെങ്കിൽ മധുരം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനതെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ 2-3 ഫോട്ടോ ഒക്കെ ചേട്ടായി എടുത്തേ. അതിനുശേഷം ആ ബലൂണൊക്കെ പൊട്ടിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പെരയ്ക്കകത്ത് നിറച്ചും ബലൂണിൻ്റെ ആ സീക്വൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അടിച്ചു കയറാൻ നല്ല ബുദ്ധിമുട്ട് പെട്ടു കേട്ടോ. പിന്നെ കുറച്ച് പിന്നെ പായസം കഴിക്കാമെന്ന് വെച്ചു. പായസം കുഞ്ഞിനും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാനും കഴിച്ചു, കേക്കും കഴിച്ചു, ഇച്ചിരി പായസം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.